നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാന് വിട നൽകി മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാന് വിട നൽകിയാണ് മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. വ്രതശുദ്ധിയുടെ പുണ്യം നേടിയായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷം. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പട്ടാമ്പി വലിയ ജുമാ മസ്ജിദ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സീതലവി ഫൈസി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിനെത്തി. صراط الذين أنعمت عليهم الله أكبر. നമ്മൾ മരണപ്പെട്ടു പോയാൽ വീട്ടിലുള്ളവർക്ക് നന്മ ചെയ്യണം. ആ നന്മ വസ്ത്രം വാങ്ങി കൊടുക്കലല്ല. പട്ടാമ്പി ടൗൺ ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികൾ ഇവിടെയും എത്തി പെരുന്നാൾ നമസ്കാരം നടത്തി. മാനുമുസ്ലിയാർ വല്ലപ്പുഴ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നമ്മളിൽ നിന്ന് ഒരിക്കലും തന്നെ വാശിയോ വൈരാഗ്യമോ ശത്രുതയോ പകയോ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് നാം വളരെയധികം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തന്നെ അതാണ്. 5 നേരത്തിൽ അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. മേലെ പട്ടാമ്പി സലഫി മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളാണ് എത്തിയത്. മെഹബൂബ് മദനി നമസ്കാരത്തിന് നേതൃത്വം നൽകി. മേലെ പട്ടാമ്പി ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി വിശ്വാസികളെത്തി. ഹാഫിൽ അഷ്കർ മഹീരി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. وتنحن باللذيذ والبذيذ ولكن والله السعيد من خاف يوم الوعيد. പട്ടാമ്പി മദീന മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹ് പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിലാണ് നടത്തിയത്. നിരവധി വിശ്വാസികളാണ് ഇവിടെ പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത്. ചില ആളുകളൊക്കെ നോമ്പ് തുറക്കുമ്പോ കരഞ്ഞു പോയിട്ടുണ്ട്. കരഞ്ഞു പോകാത്രല്ല, നോമ്പ് തുറക്കുമ്പോൾ ഞാനൊന്നും കഴിക്കാറില്ല എന്നാ പറഞ്ഞു. കാരണം ഈ ഗസയിലെ നമ്മുടെ സഹോദരന്മാരെ ആലോചിച്ചുകൊണ്ട് അവർ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ നോമ്പ് തുറക്കാനൊന്നുമില്ല. പട്ടാമ്പി ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ME സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പെരുന്നാൾ നമസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. മൗലവി ഷെരീഫ് ആമയൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നടുവട്ടം കൂർക്കപ്പറമ്പിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈദ്ഗാഹ് ഒരുക്കിയത്. മൻസൂർ സൽഫി ആമയൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. കൊപ്പം ജുമാ മസ്ജിദിൽ ഭിന്നശേഷി സൗഹാർദ്ദ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു. നിരവധി ഭിന്നശേഷിക്കാർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി. ഫ്രണ്ട്സ് ഓഫ് ഷാഹുൽ ഹബീബ് ആൻഡ് കൊപ്പം കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ഇതിനായുള്ള സൗകര്യം ഒരുക്കിയത്. വ്രതശുദ്ധിയുടെ പുണ്യം നേടി ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ കൊപ്പം ജുമാ മസ്ജിദിൽ ഭിന്നശേഷിക്കാരും ഒത്തുകൂടി. പെരുന്നാൾ നമസ്കാരത്തിൽ ഭിന്നശേഷിക്കാരായ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. ഫ്രണ്ട്സ് ഓഫ് ഷാഹുൽ ഹബീബിന്റെ നേതൃത്വത്തിലായിരുന്നു നമസ്കാരത്തിന് വേണ്ട സൗകര്യം ഒരുക്കി നൽകിയത്. മഹൽ ഖത്തീബ് സ്വാലിഹ് കുദ്വി വളാഞ്ചേരി പെരുന്നാൾ ആശംസകൾ നേർന്നു. يقول النبي صلى الله عليه وسلم ما زاد الله بعفو إلا عزا. لذلك هذا اليوم يوم عيد وفرحة وسرور وحبور فانشروا البهج والحبور. മഹൽ സെക്രട്ടറി മുസ്തഫ, ട്രഷറർ ടി റിയാസുദ്ദീൻ, ഹസൻ സക്കാഫ് തങ്ങൾ, ഹമീദ് ഖാജി തിയാട്ടിൽ, ഫ്രണ്ട്സ് ഓഫ് ഷാഹുൽ കൺവീനർ KT ഷാജി, കൊപ്പം കൂട്ടായ്മ പ്രസിഡന്റ് AP നാസർ,
സെക്രട്ടറി സലീം തിയ്യാട്ടിൽ, നാസർ കരിങ്ങനാട്, ഉമ്മർ കുൽക്കല്ലൂർ, ബാബു മലബാർ, ആരിഫ് ഔദിയിൽ, സുബൈർ സങ്കേതത്തിൽ, മഹൽ പ്രസിഡന്റ് മമ്മിക്കുട്ടി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എടപ്പാൾ കാളാച്ചാലിൽ ചരക്ക് ലോറിയും ഓൾട്ടോ കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരൂർ കോട്ടക്കൽ സ്വദേശി തൊട്ടിയാട്ടിൽ ഇബ്രാഹിമിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയും തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിരുന്ന ആൾട്ടോ കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ 1.5 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. ചങ്ങരംകുളം പോലീസും പൊന്നാനിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം നീക്കം ചെയ്തത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിമിനെ 8:45ഓടെയാണ് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഇബ്രാഹിമിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ 2 മണിക്കൂറോളം ഗതാഗതം മുടങ്ങി. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്ത് CH യൂത്ത് സെന്റർ പ്രവർത്തകർ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ പെരുന്നാളിന്റെ ഭാഗമായാണ് പട്ടാമ്പി CH യൂത്ത് സെന്ററിന്റെയും ഗ്ലോബൽ KMCC പട്ടാമ്പിയുടെയും നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പെരുന്നാൾ ദിന ഭക്ഷണം വിതരണം ചെയ്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം ഭക്ഷണ വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൃത്യമായി നോമ്പ് കാലത്ത് നോമ്പ് തുറക്കാനും അത്താഴത്തിനും ഭക്ഷണം കൊടുത്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് CH സെൻ്ററിലെ അതിൻ്റെ എല്ലാ കൊല്ലത്തെ പോലെ തന്നെ പെരുന്നാളിന് രോഗികൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും ജീവനക്കാർക്കും നമ്മൾ പറഞ്ഞിട്ടില്ല, ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും പെരുന്നാൾ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ സമാപനം കുറിക്കാറ്. എന്തായാലും CH സെൻ്ററിൻ്റെയും ഗ്ലോബൽ KMCCയുടെയും എല്ലാം സഹായ സഹകരണത്തോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും അതിനെ സഹായിക്കുന്നവർക്കും സാമ്പത്തികമായി സഹായിക്കുന്നവർക്കും ശാരീരികമായി സഹായിക്കുന്നവർക്കെല്ലാം ദൈവം തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ട് അർഹിക്കുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാനും ഈ സംഘടനകൾ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഏതായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. VP സൈനുദ്ദീൻ, ഫാസിൽ, KP റസാഖ്, ഉമ്മർ പാലത്തിങ്കൽ, CA റാസി, ET ഗഫൂർ, VT സജിദ്, സേതലവി വടക്കേതിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. റംസാനോടനുബന്ധിച്ച് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമെല്ലാം നോമ്പ് തുറയ്ക്കുള്ള സൗകര്യങ്ങളും കഴിഞ്ഞ 1 മാസക്കാലമായി CH യൂത്ത് സെന്ററും ഗ്ലോബൽ KMCC പട്ടാമ്പിയും നടത്തി വന്നിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ CH യൂത്ത് സെന്റർ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. CCTV ഡയറക്ടർ CI വിജുവിന്റെ പിതാവ് പോർക്കുളം ചിറ്റിലപ്പള്ളി പരേതനായ ഉട്ടൂപ്പിന്റെ മകൻ ഇട്ടുപുണ്ണി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് കുന്നംകുളം V നാഗൽബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടക്കും. ആനി സിസിലിയാണ് ഭാര്യ. വിൽസൺ, നാൻസി എന്നിവരാണ് മറ്റു മക്കൾ. അനു, വർഗീസ്, ജിൻസി എന്നിവർ മരുമക്കളാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സഹോദരങ്ങളെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPS സമർപ്പിച്ച ശുപാർശയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരി പള്ളത്തുവീട്ടിൽ ജുബൈർ, ജുനൈദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ് അറസ്റ്റ് ചെയ്തത്. 2023-ൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രതികൾ പെൺകുട്ടികളെ അശ്ലീല കമന്റ് ചെയ്ത് ചോദിച്ചതിലുള്ള വിരോധം വെച്ച് ബസിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുകയും ബസ്സിൽ യാത്ര ചെയ്തിരുന്നവരെ ആക്രമിച്ച് കൊലപാതക ശ്രമം നടത്തിയതിനുമാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00,
89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ ഛായാചിത്ര പ്രയാണ യാത്രയ്ക്ക് സ്വീകരണം നൽകി. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി മലബാറിൽ നിന്ന് ഫാദർ വർഗീസ് പൈനാടത്ത്, സെക്രട്ടറി നിബു കുര്യൻ, സന്തോഷ് ബേബി, വർഗീസ് ഏലിയാസ്, ബിനു ഈരാളിൽ, ബിനു കുര്യാക്കോസ്, ജെയ്സൺ ജോയ്, പോൾ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ഛായാചിത്ര പ്രയാണ യാത്രയ്ക്ക് ബുധനാഴ്ച രാവിലെയാണ് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. തൃശൂർ ഭദ്രാസനത്തിലെ ആദ്യ സ്വീകരണമായിരുന്നു ചാലിശ്ശേരിയിലേത്. സുറിയാനി ചാപ്പലിൽ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ചേർന്ന് യാത്രാസംഘത്തെ കത്തിച്ച മെഴുകുതിരി നൽകി സ്വീകരിച്ചു. തുടർന്ന് ബാവയുടെ ഛായാചിത്രത്തിൽ വികാരി ഹാരാർപ്പണവും നടത്തി. വടക്കൻ പറവൂർ പള്ളി വികാരി ഫാദർ വർഗീസ് പൈനാടത്ത്, ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ ധൂപപ്രാർത്ഥന നടത്തി. കൊല്ലവർഷം 1665 കടൽമാർഗം യാത്ര ചെയ്ത ബാബ ആദ്യം കേരളക്കരയിൽ ഇറങ്ങിയത് പൊന്നാനി കടപ്പുറത്തായിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബാബയുടെ ഛായാചിത്രം വഹിച്ചിട്ടുള്ള പ്രയാണയാത്ര തിങ്കളാഴ്ച പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച് മലബാർ, കോഴിക്കോട് ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിലെ സ്വീകരണത്തിന് ശേഷം ബുധനാഴ്ച തൃശൂർ ഭദ്രാസനത്തിലേക്ക് പ്രവേശിച്ചത്. വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കാലം ചെയ്ത മോർ ഗ്രിഗോറിയോസ് ബാവയുടെ 343ാം ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ ആചരിക്കും. ഛായാചിത്ര പ്രയാണ സ്വീകരണത്തിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തളി മഹാദേവ ക്ഷേത്രത്തിൽ ഏപ്രിൽ 8 മുതൽ 14 വരെ ഉത്സവം ആഘോഷിക്കും. എല്ലാ ദിവസവും രാവിലെ ഉഷ നിവേദ്യം, എതിർത്തുപൂജ, പന്തീരടി പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ശ്രീഭൂതബലി, വിളക്കാചാരം എന്നിവയുണ്ടായി. ഏപ്രിൽ 13 ശനിയാഴ്ച വൈകിട്ട് 7-ന് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും അവതരിപ്പിക്കുന്ന കിരാതം കഥകളി അവതരണം ഉണ്ടാകും. ഏപ്രിൽ 14 രാവിലെ വിശേഷാൽ പൂജകൾ, പഞ്ചവാദ്യം, പറവെപ്പ്, 25 കലശം, ശ്രീഭൂതബലി എന്നിവയും ഉണ്ടാകും. 10, 11, 12 തീയതികളിലായി തായമ്പക, വിവിധ കലാപരിപാടികൾ എന്നിവയും 14-ന് ഉച്ചയ്ക്ക് സദ്യയും ഉണ്ടാകും. കാണാതായ ഗൃഹനാഥനെ കണ്ടെത്തി. ചാലിശ്ശേരി ക്ഷേത്ര പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. സ്ഥലമുടമ പറമ്പ് നനയ്ക്കാൻ എത്തിയപ്പോഴാണ് ആൾമറയില്ലാത്ത കിണറ്റിലെ മോട്ടോർ പൈപ്പിൽ പിടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്താൽ കരയ്ക്കു കയറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് മുതലാണ് പെരുമ്പിലാവ് പുതിയഞ്ചേരിക്കാവ് കോഴിക്കനാട്ട് വീട്ടിൽ 70 വയസ്സുള്ള വേലായുധനെ കാണാതായത്. ഇയാൾ എങ്ങനെ, എപ്പോൾ കിണറിൽ വീണുവെന്ന് വ്യക്തമല്ല. മാനസിക പ്രശ്നങ്ങളുള്ള വേലായുധൻ വഴിതെറ്റി അബദ്ധത്തിൽ കിണറിൽ വീണതാണെന്ന് കരുതുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.